ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല രുചിയുള്ള കണ്ണൂർ സ്പെഷ്യൽ കടലപ്പരിപ്പ് മുട്ടക്കറിയാണ്. ഇതിനു വേണ്ടി ആദ്യം തന്നെ 1/4 കപ്പ് കടലപ്പരിപ്പ് എടുത്ത് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് 1/4 കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. വിസിൽ പോയി ഒരു 10 മിനിറ്റോളം കുറഞ്ഞ തീയിലിട്ടിട്ടാണ് ഞാനത് വേവിച്ചെടുത്തത്. കടലപ്പരിപ്പ് ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണ് വേവിക്കണതെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കറിയിലേക്ക് ആവശ്യമുള്ള മുട്ട നമ്മൾ പുഴുങ്ങി റെഡിയാക്കി വെക്കണം. ഇനി ഇതിലേക്കുള്ള തേങ്ങാരപ്പ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി ചൂടായ ചട്ടിയിലേക്ക് 1/4 കപ്പ് തേങ്ങയും 3 ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് വറുത്തെടുക്കുക. തേങ്ങ ഒന്ന് വറവായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ല പോലെ വറുത്തെടുക്കണം. ഇതുപോലെ നന്നായി മുരിയിച്ച് വറുക്കണം. വറവ് തണുത്തതിന് ശേഷം ജാറിലിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതും 1/2 ടേബിൾ സ്പൂൺ വീതം വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും 2 പച്ചമുളകും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി വഴന്നു കഴിഞ്ഞാൽ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതിട്ട് ഒന്നുകൂടെ വഴറ്റുക. വഴന്നു വരുമ്പോൾ 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും കൂടി ചേർത്ത് വഴറ്റണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കടലപ്പരിപ്പ് വേവിച്ചുടച്ചത് ഒഴിക്കണം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ അരച്ചു വെച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട നടുകെ ഒന്ന് കീറിയിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ കടലപ്പരിപ്പ് മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് പത്തിരിക്കും ചപ്പാത്തിക്കും വെള്ളപ്പത്തിനൊക്കെ പറ്റിയ നല്ല രുചിയുള്ള കറിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ചെയ്യണേ.